വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇത് ഹോം മെയ്ഡാണ്. കസ്തൂരി മഞ്ഞൾ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് പൗഡറും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ രണ്ടാൾക്ക് വേണ്ടിയിട്ടാട്ടോ രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരളവ് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് പൗഡർ ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു ഉപ്പേരീനെ വേണം ബീട്രൂട്ട് പൗഡറിന്. ഇനി കുറച്ച് മഞ്ഞളും എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മഞ്ഞളും കുറച്ച് എടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ എരിയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. എരിയിലും പുകയിലും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ച് കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാട്ടോ എടുക്കുന്നത്. കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെ വെള്ളം കൂടെ ഉണ്ടാന്ന് വിചാരിച്ചാലും വെള്ളം എങ്ങനെയാണുള്ളത്. കുറച്ച് ലൂസാണ്. കുഴപ്പമില്ല അല്ലേ? കുറച്ച് ടൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു എപ്പോഴത്തെയും പോലെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ചുകൂടെ ഞാനൊരു ബീട്രൂട്ടിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച്. എന്നിട്ട് അത് കൂടും. എന്നിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചു. ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ബീട്രൂട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി. ഇപ്പോൾ ബീട്രൂട്ട് പൗഡർ കൂടി. അപ്പം ഇതാ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കാണുന്നുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സെയിം പാക്ക് നമുക്ക് ലിപ്പിലും അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിതിൽ കസ്തൂരി മഞ്ഞൾ ഇട്ടതുകൊണ്ട് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ കസ്തൂരി മഞ്ഞൾ ഇട്ടുകൊണ്ട് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈബ്രോസിലാവാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം ഏത് പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് മേലോട്ട് ഇങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. പക്ഷേ ശീല ഇങ്ങനെ ആയതുകൊണ്ട് അറിയാതെ താഴേക്ക് തന്നെ അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞു വെക്കുന്നുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചതായി. ഞാൻ നന്നായിട്ട് നെക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഡ്രസ്സിലാകുന്നതുകൊണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇത് ഫേസിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഞാൻ ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് അവിടെയൊന്നും അത്ര അങ്ങോട്ട് ആക്കിയിട്ടില്ല. പിന്നെ മിറർ 1 കിലോമീറ്റർ അപ്പുറത്തുമാണുള്ളത്. അതിൻ്റെതായ പരിമിതികൾ എനിക്കുണ്ട്. അതുകൊണ്ട് അവിടെ മിറർ പിടിച്ച് ചൊറയും കൊത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിച്ച് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം കാണാം. അപ്പോൾ നമ്മളെ പാക്ക് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ പാക്കൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെയല്ല, നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിലും ജസ്റ്റ് ബീട്രൂട്ട് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് വേണമെങ്കിൽ നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടില്ല, ഈ കസ്തൂരി മഞ്ഞൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതില്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ലിപ്പിലും കൂടെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടു. അതിനുശേഷം ഒരു ലിപ് ബാമും കൂടി ഇടും. അപ്പോൾ അത്രയൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ലിപ് ബാം മറക്കാതെ എന്തായാലും അപ്ലൈ ചെയ്യണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ.